ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ആയിട്ടല്ല. ഇന്ന് നമുക്ക് ഫ്രിഡ്ജ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. കൂടെ നമുക്ക് പച്ചക്കറികളും മറ്റ് സാധനങ്ങളും ഫ്രിഡ്ജിൽ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് നോക്കാം. ഫ്രിഡ്ജ് മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഫ്രിഡ്ജ് തണുപ്പാണെങ്കിൽ അതിനകത്തും കുറേ അണുക്കളൊക്കെ വളരും. ഫ്രിഡ്ജ് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് വയ്ക്കുന്ന ആഹാരങ്ങൾ വഴി അത് നമ്മുടെ ശരീരത്തും കയറും. കൂടാതെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ബാക്കി വന്ന ചോറും കറികളും ഒക്കെ വെച്ചിട്ട് മറന്നു പോകാറുണ്ട്. അതൊക്കെ നമുക്ക് ഈ വൃത്തിയാക്കുന്ന സമയത്ത് എടുത്ത് മാറ്റുകയും ചെയ്യാം. പിന്നെ പച്ചക്കറികളൊക്കെ കുറച്ച് ആഴ്ച കഴിയുമ്പോൾ കേടായി പോകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുതിയത് വാങ്ങി വെച്ചാലും പുതിയ പച്ചക്കറികളും കേടാവും. അപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം വൃത്തിയാക്കാം. പഴയതൊക്കെ മാറ്റിയിട്ട് എല്ലാ പുതിയ സാധനങ്ങൾ അടുക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. തണുപ്പ് കാലമാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുത്ത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല, പുറത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കേടാകില്ല. പക്ഷെ ചൂട് കാലമാണെങ്കിൽ നമ്മൾ ഇത് എല്ലാം എടുത്തു മാറ്റിയിട്ട് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കരുത്. അപ്പം തന്നെ എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കേടായി പോവും. ആദ്യം നമുക്ക് ഈ എടുത്തു മാറ്റാൻ പറ്റുന്ന ട്രേസ് ഒക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇതിപ്പോൾ ഗ്ലാസിൻ്റെ ട്രേയും കാണും, ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയും കാണും. ഗ്ലാസിൻ്റെ ട്രേ ഒക്കെ നമ്മൾ സാധാരണ പൈപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മതി. ആദ്യം നമുക്ക് പാത്രം കഴുകുന്ന സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക്കോ ഫൈബറോ ഉപയോഗിച്ചിട്ടുള്ള ട്രേ ആണെങ്കിൽ സോപ്പ് തേച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൊണ്ട് കഴുകിയെടുക്കുക. ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ചൂടുവെള്ളം ഒഴിച്ച് കഴുകരുത്. കാരണം അത് തണുത്തിട്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പുറത്തൂടെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചാൽ അത് പൊട്ടിപ്പോവും. ഇതുപോലെ തന്നെ എല്ലാം കഴുകി വെക്കുക. ഇനി ഇത് നന്നായിട്ട് തുടച്ചെടുക്കുക. ഞാൻ ക്രിസ്പറൊക്കെ കഴുകി താഴെ വെച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൻ്റെ അകം വൃത്തിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അകവും നമ്മൾ സോപ്പിൽ മുക്കിയ സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കുക. ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല കഴുകാൻ വേണ്ടിയിട്ട്, ഒരു തുണി കൊണ്ട് നന്നായിട്ട് ആ സോപ്പ് പത തുടച്ചെടുക്കുക. ഇതുപോലെ ഈ ഡോറും വൃത്തിയാക്കിയെടുക്കുക. ഇത് ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അരമുറി നാരങ്ങ നീരും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കലക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിൽ മുക്കിയ തുണി കൊണ്ട് ഫ്രിഡ്ജ് ഒന്നും കൂടി നന്നായിട്ട് തുടച്ചെടുക്കുക. ഇതുകൊണ്ട് തുടയ്ക്കുമ്പോൾ അണുക്കളെല്ലാം നല്ലപോലെ നശിക്കും. നമ്മൾ സാധാരണ ഡെറ്റോളോ ലോഷനോ ഒന്നും ഫ്രിഡ്ജിനകത്ത് യൂസ് ചെയ്യരുത്. ഇതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ട്രേയും തുടച്ചെടുക്കുക. ഇപ്പം എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ട്രേ ഒക്കെ തിരിച്ചു വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീസറും തുടച്ച് വൃത്തിയാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ വയ്ക്കാം. വച്ചതിന് ശേഷം അത് എവിടെയൊക്കെയാണ് വയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എല്ലാ സാധനങ്ങളും വച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രീസർ നോക്കാം. ഫ്രീസറിൽ ഇറച്ചി മീനും ഒക്കെ നമ്മളൊരു പാത്രത്തിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. പിന്നെ സ്ട്രോബെറി ഒക്കെ, അതും ഫ്രോസൺ ആയതുകൊണ്ടാണ് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ചിരകിയ തേങ്ങയാണ്. ഇവിടെ തേങ്ങ ഇങ്ങനെ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഫ്രീസറിലല്ലാതെ തേങ്ങ വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും. ഫ്രീസറിൽ വെച്ചാൽ തേങ്ങ എത്ര കാലം വേണമെങ്കിലും കേടാവാതിരിക്കും. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് 1 മണിക്കൂറോ അരമണിക്കൂറോ മുന്നേ നമ്മൾ ഇതെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കാം. പിന്നെ ഐസ് ട്രേ ആണ്. ഈ ഫ്രീസറിന് അടുത്ത് വരുന്ന ഭാഗത്താണ് ഫ്രിഡ്ജിൻ്റെ ഏറ്റവും കൂടുതൽ തണുപ്പ്. അപ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ ഫ്രീസറിൻ്റെ അടുത്ത് തന്നെ വെക്കുക. ഇതിൽ ഞാൻ ദോശമാവാണ് വെച്ചിരിക്കുന്നത്. പിന്നെ തൈര് വെച്ചിട്ടുണ്ട്. പിന്നെ പാൽ ഇവിടെ കുപ്പിയിലാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലത്തെ ഫ്രിഡ്ജിൽ ചില്ലർ കാണും, അതിൽ വേണം പാൽ വെക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിൽ വെക്കരുത്. ഫ്രിഡ്ജിൻ്റെ ഡോറിലും പാൽ വെക്കരുത്, അത് പെട്ടെന്ന് കേടായി പോവും. ഇവിടെ തന്നെ ഡെസേർട്ടും യോഗേർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അവിടെ വെക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ചപ്പാത്തി, കറികളും ചോറും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്ത് സാധനം ബാക്കി വന്നാലും നമ്മൾ 4-5 ദിവസത്തിനകം അത് ഉപയോഗിക്കണം. അതിനുശേഷം അത് ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഒരു ഫുഡ് വയ്ക്കുമ്പോൾ എപ്പോഴും എയർ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ചു വിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും തുറന്നിട്ട് ഒരു ഫുഡ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കരുത്. അങ്ങനെ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിനകത്തുള്ള ബാക്ടീരിയ ഫുഡിലോട്ട് കയറും. പിന്നെ അത് കഴിച്ചിട്ട് നമുക്ക് ഫുഡ് പോയിസൺ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് സെക്ഷനിൽ ഞാൻ പച്ചമുളകും നെല്ലിക്കയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പച്ചമുളകിൻ്റെ ഞെട്ടെടുത്ത് കളഞ്ഞിട്ട് പാത്രത്തിലിട്ടിട്ട് അടച്ചാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ കുറേ കാലം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ തക്കാളി നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. തക്കാളി വേണമെങ്കിൽ പുറത്ത് വയ്ക്കാം.
പെട്ടെന്ന് കേടാവുന്നതല്ല. പിന്നെ കറിവേപ്പില ഇറുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് അടച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാനിത് കഴുകിയല്ല വെച്ചേക്കുന്നത്. നിങ്ങൾ കഴുകിയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം മൊത്തം തുടച്ചു മാറ്റിയിട്ട് വേണം പാത്രത്തിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചി വെച്ചിട്ടുണ്ട്. മല്ലിയില വെക്കുന്ന പാത്രത്തിനകത്ത് ഒരു ചെറിയ കഷ്ണം പേപ്പറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കും. അപ്പോൾ മല്ലിയില കൂടുതൽ കാലം കേടാകാതിരിക്കും. ഇനി ക്രിസ്പർ നോക്കാം. ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഓരോരോ ചെറിയ കവറിനകത്ത് ഇട്ടിട്ട് വെച്ചാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ്. ഒരെണ്ണം കേടായാൽ മറ്റത് പെട്ടെന്ന് കേടാവത്തുമില്ല. ക്യാരറ്റ് ഇങ്ങനെ സിപ്ലോക്ക് ബാഗിനകത്ത് ഇട്ടിട്ട് അടച്ചു വെച്ചാൽ കുറേ കാലം കേടാകാതിരിക്കും. ഇത് പാലക് ചീരയാണ്. പാലക് ചീരയുടെ കവറിനകത്ത് നേരത്തെ പോലെ ഒരു പേപ്പറിന്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡോറ് നോക്കാം. ഡോറിൽ നമ്മൾ പെട്ടെന്ന് കേടാകാത്ത സാധനങ്ങൾ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ജാം, അച്ചാർ, കെച്ചപ്പ്, സോസുകളെല്ലാം ഈ ഡോറിൽ സൂക്ഷിക്കാം. ബട്ടർ വെച്ചിട്ടുണ്ട്, പപ്പടം വെച്ചിട്ടുണ്ട്. പപ്പടം കുറച്ചു കാലം പുറത്തിരിക്കുമ്പോൾ അതിൽ ഒരു ചുവപ്പ് കളർ വരും. അതുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പൊട്ടിച്ച പപ്പടം ആണെങ്കിൽ ഒരു കവറിലിട്ടിട്ട് കെട്ടി വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ഫ്രിഡ്ജിൻ്റെ പുറവും സോപ്പ് കൊണ്ട് തേച്ചിട്ട് തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. നമ്മുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.